സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർ ജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ആപ്ലിക്കേഷൻ ഫീസ്, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗവൺമെൻറ് ഓഫ് കേരളത്തിൻ്റെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. വികാസ് ഭവൻ തിരുവനന്തപുരം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അതിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷന് വന്നിട്ടുള്ളത്. ഇതിലേക്ക് പ്രധാനമായിട്ടും വന്നിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ ചെയ്യാറുള്ളത് CMD കേരള എന്നുള്ള കേരള സർക്കാർ സ്ഥാപനമാണ്. അവരാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. ഇതൊരു താൽക്കാലിക വേക്കൻസിയാണ്. ഒരു വർഷത്തേക്കായിരിക്കും നിയമനം. പിന്നീട് നിങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പിന്നീട് റിന്യൂവൽ ചെയ്യണമെന്നുള്ളത് സർക്കാർ തീരുമാനിക്കും. എന്തായാലും കേരള സർക്കാരിൻ്റെ ജോലി തന്നെയാണ്. ഈ മാസം 20-ാം തീയതി മുതൽ മാർച്ച് 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കട്ടോ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, പിന്നെ ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചോളൂ. ഓക്കെ, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം വിറ്റ്, അതായത് CV അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 6 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോന്നും അപ്ലോഡ് ചെയ്യേണ്ട സൈസ്, അതായത് എന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. മാക്സിമം 200 KB വരെ പറ്റുള്ളൂ. സിഗ്നേച്ചർ ആണെങ്കിൽ മാക്സിമം 50 KB വരെ പറ്റുള്ളൂ. CV ഒക്കെ ആണെങ്കിൽ മാക്സിമം CV PDF ഫോർമാറ്റിലാണ് വേണ്ടത്. മാക്സിമം 3 MB സൈസിലാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റാണ് എൻവയോൺമെൻറ്റൽ സ്പെഷ്യലിസ്റ്റ്. പോസ്റ്റ് കോഡ് 1/2024 ഒരു വേക്കൻസിയാണുള്ളത്. ക്വാളിഫിക്കേഷൻ, അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ MSc അല്ലെങ്കിൽ MTech എൻവയോൺമെൻറ്റൽ സയൻസ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ടെക്നോളജി, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ MSc അല്ലെങ്കിൽ MTech ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി വരിക 1,25,000 രൂപ മുതൽ 1,75,000 രൂപ വരെയാണ്. ഏജ് ലിമിറ്റ് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ പോസ്റ്റ് നോക്കാം. പ്രൊക്വയർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, പോസ്റ്റ് കോഡ് 2/2024 ഒരു വേക്കൻസിയാണുള്ളത്. MTech സിവിൽ കഴിഞ്ഞവർക്ക് 60% മാർക്കോട് കൂടി, അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് 60% മാർക്കോട് കൂടി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് പറയുന്നുണ്ട്. സാലറി വരുന്നത് സെയിം തന്നെ, 1,25,000 തൊട്ട് 1,75,000 രൂപ വരെ. ഏജ് ലിമിറ്റ് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത പോസ്റ്റ് നോക്കാം. കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റ് ഒരു വേക്കൻസിയാണുള്ളത്. പോസ്റ്റ് കോഡ് 3/2024 MTech സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ്. സാലറി സെയിം തന്നെ, 1,25,000 തൊട്ട് 1,75,000 രൂപ വരെ. ഏജ് ലിമിറ്റ് വരുന്നത് 25-നും 40 വയസ്സിനും ഇടയിൽ ആയിരിക്കണം. നാലാമത്തെ പോസ്റ്റ് നോക്കാം. സോഷ്യൽ സ്പെഷ്യലിസ്റ്റ്. പോസ്റ്റ് കോഡ് വരുന്നത് 4/2024 ഒരു വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MSW വിത്ത് 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. സോഷ്യൽ മൊബിലൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടർ പ്രൊജക്റ്റുകളിൽ. സാലറി വരുന്നത് സെയിം തന്നെ, 1,25,000 തൊട്ട് 1,75,000. നല്ല സാലറിയാണ്. 10% ഇൻക്രിമെൻറ്റും ഉണ്ടാകും ആനുവലായിട്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 25 തൊട്ട് 40 വയസ്സ് വരെയാണ്. അടുത്തതാണ് എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു വേക്കൻസിയാണ്. പോസ്റ്റ് കോഡ് വരുന്നത് 5/2024. MTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. അല്ലെങ്കിൽ BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 60% മാർക്കോട് കൂടി പാസ്സായാലും മതി. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് പവർ സെക്ടറിൽ. സാലറി സെയിം തന്നെ, 1,25,000 തൊട്ട് 1,75,000 രൂപ വരെ. 10% ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഏജ് ലിമിറ്റ് 25 തൊട്ട് 40 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. 6ാമത്തെ പോസ്റ്റാണ് മൾട്ടി ടാസ്കിംഗ് ഓഫീസർ. പോസ്റ്റ് കോഡ് വരുന്നത് 6/2024
വേക്കൻസി വരുന്നത് 4 വേക്കൻസിയാണ്. എനി ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി 60% മാർക്കോടുകൂടി പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. മൾട്ടി ടാസ്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഓഫീസ് ഡ്യൂട്ടി, ക്ലർക്ക് അങ്ങനെയുള്ള ജോലിയാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അതായത് ഓഫീസ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഒന്നുമില്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് സെക്ടറിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. സാലറി എത്ര എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല. ഏജ് ലിമിറ്റ് വരുന്നത് 25 തൊട്ട് 45 അല്ലെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് 7ാമത്തെ പോസ്റ്റ്, ഫിനാൻസ് മാനേജർ. കോഡ് വരുന്നത് പോസ്റ്റ് കോഡ് AA/2024. BCom 60% മാർക്കോടുകൂടി പാസ്സായവരായിരിക്കണം. പിന്നെ ടാലി, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ടാലിയിൽ നോളജ് ഉണ്ടായിരിക്കണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് ഗവൺമെൻറ് സെക്ടർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി എത്ര എന്നുള്ളത് പറയുന്നില്ല. സാലറി ഏജ് ലിമിറ്റ് പറയുന്നത് 25 തൊട്ട് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് 8ാമത്തെ പോസ്റ്റ്, അക്കൗണ്ടൻറ്റ്. പോസ്റ്റ് കോഡ് വരുന്നത് 8/2024. 2 വേക്കൻസി ഉണ്ട്. ഇത് വരുന്നത് BCom വിത്ത് 60% മാർക്കോട് കൂടി പാസ്സായിരിക്കണം. ഇതിലേക്ക് BCom ആയിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ടാലി അറിഞ്ഞിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. അക്കൗണ്ടൻ്റായിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. സാലറി എത്ര എന്നുള്ളത് പറയുന്നില്ല. 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ 6ാമത്തെ പോസ്റ്റായിട്ടുള്ള മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ഉണ്ടല്ലോ, അതിൽ 4 വേക്കൻസി ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഈ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നുള്ള വേക്കൻസികളിലാണ്. മൾട്ടി ടാസ്കിങ് ഓഫീസർ എന്നുള്ള പോസ്റ്റിലാണ്. ബാക്കി എല്ലാത്തിലും ഓരോ വേക്കൻസിയാണുള്ളത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നീട് എത്രത്തോളം പോസ്റ്റുകളാണ് ഉള്ളത്, ഇതിലേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ടൈം ലൈനൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷന് ഈ മാസം 20-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാർച്ച് 5-ാം തീയതി, വരുന്ന മാസം 5-ാം തീയതി വൈകിട്ട് 5 മണി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ നടക്കുക 15 ദിവസം, ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ നടക്കും. പിന്നീട് എന്താണ്, സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷന് ശേഷം അടുത്തൊരു 25 ദിവസത്തിൻ്റെ ഉള്ളിൽ റിട്ടേൺ ടെസ്റ്റ് നടക്കും. പിന്നീട് അടുത്തൊരു 35 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്താണ്, ടെക്നിക്കൽ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂ നടക്കും. പിന്നെ അടുത്തൊരു 35 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഫഷൻസി ടെസ്റ്റ് നടക്കും. പിന്നെ അടുത്തൊരു 35 ഫൈനൽ ഇൻ്റർവ്യൂ ഒരു 45 ദിവസത്തിൻ്റെ ഉള്ളിൽ നടക്കും. ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പോസ്റ്റിംഗ് ആവും. അതെന്ന് വെച്ചാൽ കൂടുതലൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. വരുന്ന ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഇതിലേക്ക് കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും യോഗ്യത ഉള്ളവർ ഇപ്പോൾ തന്നെ ഇവിടെ സൈറ്റ് ഉണ്ട്, സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തോളൂ. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് എത്ര എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യുക. പിന്നെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പരിഗണിക്കുക. 1/1/2024 അടിസ്ഥാനത്തിലായിരിക്കും വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പരിഗണിക്കുക കേട്ടോ. എന്തായാലും നമുക്ക് ഇത്രത്തോളം കാര്യങ്ങളാണ് വീഡിയോ നോക്കാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും പരിചയത്തിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളവർ, യോഗ്യത ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സോൺ നെക്സ്റ്റ് വീഡിയോ നാളെ തന്നെ.